ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പൊട്ടുവെള്ളരി വെച്ചിട്ട് 2 തരത്തിലുള്ള ജ്യൂസാണ് കാണിക്കുന്നത്. അപ്പോൾ സാധാരണ ഇത് വേനൽക്കാലത്താണ് നമ്മൾ ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുടിക്കാറ്. പക്ഷെ നമുക്ക് മഴക്കാലത്ത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ആ രീതിയിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാം, അതായത് മഴക്കാലത്ത് കഴിക്കേണ്ട രീതിയിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അപ്പോൾ അതിന് നമുക്ക് ഒരു കപ്പ് അരി എടുക്കുക, അതായത് പുഴുങ്ങലരി. അത് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. ആ സമയം തന്നെ നമുക്ക് ഇതാണ് പൊട്ടുവെള്ളരി, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവും അതിനോട് ചേർന്നിട്ടുള്ള ഒരു മഞ്ഞ കളറിൽ ആ കുരുവിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ മാറ്റണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറിലുള്ള പൾപ്പ് മാത്രമേ എടുക്കാവൂ. അല്ലെങ്കിൽ ശരിക്കും വെള്ളരിയുടെ ഒരു ഫ്ലേവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് നല്ല ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഇഷ്ടമുള്ളവരുണ്ട്, പക്ഷെ ശരിക്കും പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ വെളുത്ത ഭാഗം മാത്രമേ എടുക്കാവൂ. അതിന് പ്രത്യേകിച്ച് ഫ്ലേവറൊന്നുമില്ല. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് എത്ര രുചികരമായിട്ടുള്ള പലതരം ജ്യൂസുകൾ, പായസം ഒക്കെ നമുക്ക് ഈ പൊട്ടുവെള്ളരി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വറുക്കാൻ വെച്ചിട്ടുള്ള അരി പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തരിയില്ലാതെ പൊടിച്ചെടുക്കണം, അതായത് പൊടിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം. ഒട്ടും തരി പാടില്ല. അപ്പോൾ നമുക്ക് ഈ സമയത്ത് കുടിക്കാൻ പറ്റുന്ന പോലെയാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, അതായത് തണുപ്പിക്കാതെ കുടിക്കാനാണ് ഞാൻ ഇപ്പോൾ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടുവെള്ളരി നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ജോലിയുണ്ട്, കാരണം നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കണം, പിന്നെ അരി വറുത്ത് പൊടിക്കണം. ശരിക്കും പറഞ്ഞാൽ പൊട്ടുവെള്ളരി ഉണ്ടെങ്കിൽ അരിക്ക് വറുത്ത് പൊടിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്ര ജോലിയില്ല. പിന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിത് എല്ലാം കൂടി മിക്സിയിൽ അരച്ചിട്ടും കഴിക്കാം, ഇതുപോലെ ഉടച്ചിട്ടും കഴിക്കാം. അപ്പോൾ ഒട്ടും പൊട്ടുവെള്ളരി ഇങ്ങനെ തരിയായിട്ട് കടിക്കാൻ വേണ്ട എന്നുള്ളവർക്ക് ഇത് മിക്സിയിൽ അരച്ചിട്ട് ഈ അരി പൊടിച്ച് വറുത്തതും തേങ്ങാപ്പാലും ശർക്കരയും എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ചേർത്ത് മിക്സിയിൽ അരച്ച് കുടിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഓരോന്ന് ചേർത്ത് ഉടച്ച് കഴിക്കാം. ഈ ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പായസത്തിൻ്റെ രുചിയാണ്. കാരണം നമ്മൾ ഈ ഉള്ളിലത്തെ ആ കുരും അതിനോടനുബന്ധിച്ച ഭാഗങ്ങളൊക്കെ കളഞ്ഞതുകൊണ്ട് നമ്മുടെ പൊട്ടുവെള്ളരിക്ക് പ്രത്യേകിച്ചൊരു ഫ്ലേവർ ഇല്ല, പക്ഷേ പൊട്ടുവെള്ളരി രുചി നമുക്ക് കിട്ടും. അപ്പോൾ അതോടൊപ്പം നമ്മൾ ഈ അരി വറുത്ത് പൊടിച്ചതും തേങ്ങാപ്പാൽ ശർക്കരയൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു അരിപ്പായസത്തിൻ്റെ ഒരു ഫ്ലേവർ, ഒരു രുചിയാണ് നമുക്ക് കിട്ടുക. അത് നമുക്ക് ഈ മഴക്കാലത്തും നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കുടിക്കാൻ പറ്റും. സാധാരണ ഇതിപ്പോൾ സീസണല്ല. ഇനി നമ്മൾ വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് നല്ല ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച് നമുക്ക് കുടിക്കാം. അപ്പോൾ നമ്മൾ ഈ പൊട്ടുവെള്ളരിയിലേക്ക് ആവശ്യത്തിന് മധുരം, പൊട്ടുവെള്ളരിക്ക് ഒരു ചെറുതായിട്ടൊരു മധുരമുണ്ട്, അതോടൊപ്പം ശർക്കരയോ പഞ്ചസാരയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. അപ്പോൾ ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങാപ്പാൽ, കുറച്ച് ഏലക്കാപ്പൊടി ഒരുപാട് ഇടരുത്, ചെറിയതായിട്ടൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമേ ഏലക്കാപ്പൊടി ചേർക്കാൻ പാടുള്ളൂ. ഇപ്പം അതുപോലെ തേങ്ങാപ്പാൽ നമ്മൾ ചേർത്തിട്ട് നമ്മൾ പാകത്തിനനുസരിച്ച് അല്പായിട്ട് ചേർത്ത് കൊടുക്കുക, അതാണ് നല്ലത്. ഒരുപാട് പെട്ടെന്ന് ഒഴിക്കരുത്. നമ്മൾ രുചി നോക്കിയിട്ട് നമ്മുടെ പാകത്തിന് രുചിയിലാവുമ്പോൾ അതുവരെ നമ്മൾ ചേർത്ത് നമുക്കിത് കുടിക്കാം. പിന്നെ നമ്മൾ വേറെ രീതിയിൽ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തേങ്ങാപ്പാലും പഞ്ചസാരയും പൊട്ടുവെള്ളരിയും കൂടിയിട്ടാണ് ചേർക്കുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ആദ്യം അരി വറുത്ത് പൊടിച്ചതൊക്കെ ചേർക്കെങ്കിൽ അതൊന്നുമില്ല. ഇതിന് നമ്മൾ പൊട്ടുവെള്ളരിയും തേങ്ങാപ്പാലും പഞ്ചസാരയും മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതൊന്നും ഇഷ്ടമല്ല, നമുക്ക് തണുപ്പിച്ച് നന്നായി കഴിക്കാം, അത് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊട്ടുവെള്ളരി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുക, നല്ലതായി തണുപ്പിക്കുക. അധികം നേരം വെക്കരുത്, ഏകദേശം 1 മണിക്കൂർ നേരം വെക്കുക. അതിനുശേഷം അതുപോലെ തന്നെ തണുപ്പിച്ച പാല് ഫ്രീസാക്കണമെന്നില്ല, നന്നായി തണുപ്പിച്ചാൽ മതി. പിന്നെ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്ലേവറുള്ള ഐസ്ക്രീം അതെല്ലാതും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മിൽക്ക് ഷേക്കാണ്, അതായത് പൊട്ടുവെള്ളരി വെച്ചിട്ടുള്ള നല്ലൊരു മിൽക്ക് ഷേക്കാണ്. അതുപോലെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് പൗഡറോ അല്ലെങ്കിൽ ചോക്ലേറ്റോ എന്തെങ്കിലും ഇതോടൊപ്പം ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവറിലുള്ള അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല തരം
ജ്യൂസോ മിൽക്ക് ഷേക്കോ എന്ത് വേണമെങ്കിലും നമുക്കുണ്ടാക്കാം. പിന്നെ അതുപോലെ നമ്മൾ തേങ്ങാപ്പാലും ശർക്കരയും ചേർത്ത് നന്നായി വറ്റിച്ചിട്ട് അതിലേക്ക് ഈ പൊട്ടുവെള്ളരി ചേർത്ത് നമുക്ക് പായസം പോലെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഈ പൊട്ടുവെള്ളരി കൊണ്ട് നമുക്ക് പല പല വിഭവങ്ങളും ഉണ്ടാക്കിയെടുക്കാം. ഇനി കറി പോലെ ആക്കണമെങ്കിൽ നല്ല പച്ചടി, നമുക്ക് തൈരും തേങ്ങ അരച്ചതും ചേർത്തിട്ട് പൊട്ടുവെള്ളരി പച്ചടി ഉണ്ടാക്കാം. അത് നല്ലൊരു കറിയാണ്. അപ്പോൾ ഈ പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ വെറുതെ ഇങ്ങനെ പഞ്ചസാരയിൽ കുത്തിക്കലക്കി കുടിക്കാൻ മാത്രമല്ല, ഒരുപാട് വിഭവങ്ങൾ ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സാധാരണ ഒരു റെസിപ്പിയാണ്, അത് സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവം തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.